പ്രിയ പ്രേക്ഷകരെ, തിരുവനന്തപുരം കോർപ്പറേഷൻ അത് നേരത്തെ തന്നെ പലപ്പോഴായി വാർത്തകളിൽ നിറഞ്ഞ ഒന്നാണ്. കാരണം കേരളത്തിൽ ആദ്യമായി BJP അധികാരത്തിൽ വന്നിട്ടുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. ഇപ്പോൾ BJP അധികാരത്തിലിരിക്കുന്ന ഏക കോർപ്പറേഷനും തിരുവനന്തപുരമാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ വാർത്താ പ്രാധാന്യം തിരുവനന്തപുരം കോർപ്പറേഷന് വന്നിട്ടുള്ളത്. BJP അധികാരത്തിലേറുന്നതിന് മുമ്പും വലിയ തോതിൽ ചർച്ചകളുണ്ടായിരുന്നു. കാരണം പ്രതിപക്ഷത്ത് BJP ഇരിക്കുന്ന സമയത്തടക്കം വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളുമൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ BJP അധികാരത്തിലേറിയതിനു ശേഷം അസാധാരണമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് BJP മുന്നോട്ട് പോകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്താണ് ആ പ്രതിസന്ധി എന്നുള്ളതാണ്. നിലവിൽ തിരുവനന്തപുരത്തെ കോർപ്പറേഷന്റെ ഭാഗമായി കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ആർ സുഗതൻ കാപ്പ കേസ് ചുമത്തപ്പെട്ട സാഹചര്യത്തിൽ ഇപ്പോൾ ജയിലിൽ ആണ് എന്നുള്ളതാണ്. അതിനിടെയായിരുന്നു കോർപ്പറേഷനിലെ 20 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ കോടതി അസാധുവാക്കിയത്. അതിൽ 19 അംഗങ്ങൾ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തു വീണ്ടും. അതേസമയം സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടില്ല. അതിനിടയിലാണ് ഈ ഭരണസ്തംഭനം എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് ഒരു അവിശ്വാസ പ്രമേയം സഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്, അതായത് കോർപ്പറേഷനിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ BJP കൗൺസിലർമാരും CPIM കൗൺസിലർമാരും പരസ്പരം ഏറ്റുമുട്ടിയ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട കേസ് മുന്നോട്ട് പോകുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഒരു സംഘർഷ സാഹചര്യത്തിലൂടെയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ കടന്നുപോയത്. ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ആണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറായത് എന്നതാണ്. എന്നാൽ ഈ അവിശ്വാസ പ്രമേയം കോൺഗ്രസ് അവതരിപ്പിക്കുമ്പോൾ ആ അവിശ്വാസ പ്രമേയം പാസാക്കിയെടുക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള ഒന്നാണോ? അവിശ്വാസ പ്രമേയം പാസ്സാകുവാനുള്ള സാധ്യതയുണ്ടോ? BJPക്ക് ഭരണം നഷ്ടപ്പെടുമോ? ചരിത്രം കുറിച്ച BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം നഷ്ടപ്പെടുമോ? ആ സാധ്യതകൾ എന്ത് എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ഇവിടെ ഈ അവിശ്വാസ പ്രമേയം സാധ്യമോ എന്ന ചോദ്യം ഉയരുന്നത് പ്രമേയം അവതരിപ്പിക്കുന്നതിന് രാഷ്ട്രീയമായും സാങ്കേതികമായും ഇപ്പോൾ നിയമപരമായും ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നതാണ്. ഒന്ന്, ആർ സുഗതൻ ഇപ്പോൾ കൗൺസിലർ ആണ് എങ്കിലും അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ക്യാൻസൽ ചെയ്ത സാഹചര്യത്തിൽ ഇനിയും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ എത്തേണ്ടതുണ്ട്. അതിനുള്ള സാഹചര്യമില്ല. അതിന് നിയമപരമായ നടപടികളിലേക്കാണ് BJP കടക്കുന്നത്. സുഗതന് ഇളവ് നൽകണം, സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണം എന്നുള്ളതാണ് അതിൻ്റെ നിയമപ്രശ്നങ്ങൾ. രാഷ്ട്രീയമാകുന്ന പ്രശ്നം എന്നത് പ്രതിപക്ഷത്തിരിക്കുന്നത് CPIM-ഉം അതോടൊപ്പം തന്നെ കോൺഗ്രസുമാണ്. അവർക്കൊരുമിച്ച് BJPക്കെതിരെ നിൽക്കാൻ സാധിക്കുമോ എന്നതാണ്. മറ്റൊന്ന് സാങ്കേതികമായ പ്രശ്നങ്ങൾ ആണ്. അതെന്തൊക്കെ എന്നതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ കോർപ്പറേഷനിലെ ബലം അല്ലെങ്കിൽ അംഗങ്ങളുടെ എണ്ണം ഒന്ന് നമുക്ക് പരിശോധിക്കാം. BJP ആണ് ഇപ്പോൾ കോർപ്പറേഷൻ ഭരിക്കുന്നത്. ആകെ 101 വാർഡുകൾ ആണ് തിരുവനന്തപുരത്തുള്ളത് എങ്കിൽ 50 വാർഡുകളിൽ ആണ് BJP ജയിച്ചത്. ഒപ്പം 2 സ്വതന്ത്രർ കൂടിയുണ്ട് വിജയിച്ചവരിൽ. ആ 2 സ്വതന്ത്രരിൽ ഒരാളുടെ കൂടി പിന്തുണയോടെ 51 അംഗങ്ങൾ. അങ്ങനെയാണ് BJP തിരുവനന്തപുരത്ത് മെജോറിറ്റി പുലർത്തുന്നത്. LDF-ന് 29ഉം UDF-ന് 20ഉം അംഗങ്ങളാണ് ഉള്ളത്. LDF-ഉം UDF-ഉം 2 മുന്നണിയുടെ ഭാഗമായി വിഘടിച്ചു നിൽക്കുന്നു എന്നതാണ്. പക്ഷേ ഇവർ ഒരുമിച്ച് നിന്നാൽ അംഗബലം BJPയോട് ഒപ്പം എത്തുന്നു എന്നതാണ് ഈ കണക്കിലെ മാന്ത്രികത എന്നതാണ് പ്രേക്ഷകരെ സൂചിപ്പിക്കാനുള്ളത്. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് അവിശ്വാസ പ്രമേയം പാസ്സാകുമോ എന്ന ചോദ്യത്തിലേക്ക് വരുന്നത്. അവിശ്വാസ പ്രമേയം പാസ്സാകണമെങ്കിൽ, ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ ആ അവിശ്വാസ പ്രമേയത്തിൽ കൗൺസിലർമാരുടെ ഒപ്പ് വേണം. അത് 1-2 അംഗങ്ങളുടെ ഒപ്പ് പോരാ. ഏത് നഗരസഭയാണെങ്കിലും അല്ലെങ്കിൽ കോർപ്പറേഷൻ ആണെങ്കിലും അവിടുത്തെ ആകെ അംഗബലത്തിൻ്റെ 1/3 അംഗങ്ങൾ ഇപ്പോഴത്തെ ഭരണത്തിൽ അവിശ്വാസമുണ്ട്, ഞങ്ങൾ ഭരണത്തെ വിശ്വസിക്കുന്നില്ല എന്ന് കാണിച്ച് ഒപ്പുവെക്കേണ്ടതുണ്ട്. അതായത് 1/3 പേർ പ്രമേയത്തിൽ ഒപ്പിടണം. അങ്ങനെ ഒപ്പിടുന്നു എന്ന് പറയുമ്പോൾ 101 അംഗ കോർപ്പറേഷനിൽ 34 അംഗങ്ങൾ കുറഞ്ഞത് ഒപ്പിടണം എന്നതാണ്. അവിടെയാണ് നേരത്തെ കണക്കുകൾ ഒന്നുകൂടി സൂചിപ്പിക്കാം. LDF 29, UDF 20. അപ്പോൾ പിന്നെ ഒരു കാര്യം വ്യക്തമാണ്, LDF-ഓ UDF-ഓ പ്രത്യേകമായി ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക എന്നത് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സാധ്യമല്ല. അങ്ങനെയെങ്കിൽ കോൺഗ്രസിനോ CPM-നോ ഒറ്റയ്ക്ക് പ്രമേയം കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇരു മുന്നണികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മാത്രമേ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പറ്റൂ എന്നതാണ്. അതാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം അവിടെ ശബരിനാഥ് പറഞ്ഞു, ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ പോലും അവിശ്വാസ പ്രമേയത്തിൽ 1/3 അംഗങ്ങൾ ഒപ്പുവെക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു അംഗബലം എന്നത് കോൺഗ്രസിനോ ഇടതുപക്ഷത്തിനോ ഇല്ല എന്നതാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്,
പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ, അതായത് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ ആ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ കൗൺസിലിൻ്റെ പകുതി അംഗങ്ങൾ ഹാജരായിരിക്കണം എന്നതാണ്. തിരുവനന്തപുരത്തിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ 101 അവിടുത്തെ അംഗങ്ങളുടെ എണ്ണം. അപ്പോൾ സ്വാഭാവികമായും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് കുറഞ്ഞത് 51 അംഗങ്ങൾ എങ്കിലും ആ കൗൺസിൽ യോഗത്തിൽ ഉണ്ടാകണം എന്നതാണ്. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ആ കോറം തികയുള്ളൂ. അവിടെയാണ് ഇനിയുള്ള കണക്കുകൾ പ്രധാനപ്പെട്ടതാവുന്നത്. കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും അംഗങ്ങൾ ചേർന്നാൽ, അതായത് LDF-ൻ്റെയും UDF-ൻ്റെയും അംഗങ്ങൾ ചേർന്നാൽ ആകെ 49 അംഗങ്ങളെ ആകൂ. അപ്പോൾ ഇനി ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്ന യോഗത്തിൽ നിന്ന് BJP-യുടെ അംഗങ്ങൾ പൂർണ്ണമായും വിട്ടുനിൽക്കുന്നു എന്ന് കരുതുക, 2 സ്വതന്ത്രരും വിട്ടുനിൽക്കുന്നു എന്ന് കരുതുക, ഒരിക്കലും ആ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള കോറം തികയുകയില്ല. അപ്പോൾ കോറം തികയ്ക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെയും, അതായത് UDF-ൻ്റെയും LDF-ൻ്റെയും മുഴുവൻ അംഗങ്ങൾ, അതോടൊപ്പം തന്നെ 2 സ്വതന്ത്രർ. ആ സ്വതന്ത്രരിൽ ഇപ്പോൾ സുധീഷ് കുമാർ, ആ സ്വതന്ത്രൻ പ്രതിപക്ഷത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ 49 പ്രതിപക്ഷ അംഗങ്ങളോടൊപ്പം സുധീഷ് കുമാർ എത്തിയേക്കാം. അപ്പോഴും പകുതിയിൽ കൂടുതലാകുന്നില്ല. പകുതിയിൽ കൂടുതലാകണമെങ്കിൽ 51 വേണം. പക്ഷേ ഇത് 50-ലേക്ക് എത്തുകയുള്ളൂ എന്നതാണ് ആ പ്രതിസന്ധി. ഇനി ഭരണപക്ഷത്തിലേക്ക് വരുമ്പോൾ അവരും നേരിടുന്ന പ്രതിസന്ധി എന്താണ്? BJP-ക്ക് 50 അംഗങ്ങളുണ്ട്. പക്ഷേ ആർ സുഗതൻ പുനഃസത്യപ്രതിജ്ഞ ചെയ്യാത്ത പശ്ചാത്തലത്തിൽ ഇപ്പോൾ 49 എന്ന നിലയിൽ മാത്രമേ BJP-യുടെ അംഗബലത്തെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. BJP ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ പാറ്റൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. ഒരു പക്ഷേ പാറ്റൂർ രാധാകൃഷ്ണൻ BJP-യിൽ നിന്ന് വിട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിപക്ഷ നിരയിലേക്ക് പോവുകയാണെങ്കിൽ 49 ഒപ്പം 2 സ്വതന്ത്രർ എന്ന നിലയിലേക്ക് എത്തുകയും അവിടെ 51 അംഗങ്ങൾ തികയുകയും ചെയ്യും. അതിനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. അവിടെയാണ് സുധീഷും അതോടൊപ്പം തന്നെ പാറ്റൂർ രാധാകൃഷ്ണനും ഗെയിം ചേഞ്ചർമാർ ആകുമോ എന്നതിൽ നിർണായകമാകുന്നത്. പക്ഷേ അപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇപ്പോൾ ഡാൻ കുര്യൻ കൂടി വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ചേരുകയാണ്. ഡാൻ, ഇതിലിപ്പോൾ ഈ കണക്കുകളിലും രാഷ്ട്രീയത്തിലുമുണ്ടല്ലോ പ്രതിസന്ധി. അതിൽ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നത് UDF-ഉം LDF-ഉമാണ്. അവർ കേരളത്തിൽ 2 നിൽക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 നിൽക്കുന്നു, നിയമസഭയിൽ 2 നിൽക്കുന്നു, നിയമസഭയിൽ 3 BJP അംഗങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നതിന് വേണ്ടി ഇരുവരും കൈകൊടുത്താൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചർച്ചയാകും, അതിനപ്പുറത്ത് ദേശീയ രാഷ്ട്രീയത്തിലും ചർച്ചയാകും. ആ പ്രതിസന്ധിയെ എങ്ങനെയാണ് കോൺഗ്രസും LDF-ഉം UDF-ഉം ഇപ്പോൾ മുന്നിൽ കാണുന്നത്? ഡാൻ, 4 പതിറ്റാണ്ടിൻ്റെ ചരിത്രം തിരുത്തിക്കൊണ്ട് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പിടിച്ചെടുത്ത BJP-യെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചരിത്രത്തിൽ ആദ്യമായി നാടകീയമായ ഒരു ഒന്നിപ്പിക്കലിന് വേണ്ടിയുള്ള നീക്കം LDF-ൻ്റെയും UDF-ൻ്റെയും കൗൺസിലർമാർ ഒരുമിച്ച് രഹസ്യമായി അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ആ നീക്കം ഫലം കണ്ടേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. CPM സംസ്ഥാന സമിതിയുടെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കോർപ്പറേഷനിലെ LDF അംഗങ്ങൾ. സംസ്ഥാന സമിതിയുടെ അനുമതി ലഭിക്കുന്ന സാഹചര്യമുണ്ടായാൽ വരുന്ന തിങ്കളാഴ്ച UDF സമർപ്പിക്കാൻ പോകുന്ന അവിശ്വാസ പ്രമേയത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുക എന്നൊരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് LDF കടക്കും. അങ്ങനെയൊരു നീക്കം ഫലം കാണാനുള്ള സാധ്യത ഏറെയാണ് എന്ന് ഒരേപോലെ UDF കൗൺസിലർമാരും LDF കൗൺസിലർമാരും നിലവിൽ ആവർത്തിക്കുകയാണ്. നിലവിലെ കണക്കുകൾ അനുസരിച്ച് 50 അംഗങ്ങൾ ഉണ്ടായിരുന്ന BJP-ക്ക് നിലവിൽ സുഗതൻ പുറത്തു നിൽക്കുന്ന സാഹചര്യം എത്തിയതോടെ അത് 49 കുറഞ്ഞിരിക്കുകയാണ്. കാപ്പ ഉപദേശക സമിതിയുടെ സഹായം തേടിക്കൊണ്ട്, അതല്ല എങ്കിൽ അവിടെ നിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി തേടിക്കൊണ്ട് സുഗതനെ ഏതു വിധേനയും പുനഃസത്യപ്രതിജ്ഞ നടത്തിക്കാനുള്ള നീക്കം വേഗത്തിലാക്കിയിരിക്കുകയാണ് BJP നേതൃത്വം. പക്ഷേ അതിനൊരു തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ വരുന്ന തിങ്കളാഴ്ച UDF സമർപ്പിക്കാൻ പോകുന്ന അവിശ്വാസ പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കുന്ന ദിവസം സുഗതന് ഇവിടെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് BJP-ക്ക് മുമ്പിൽ തീർക്കുന്ന വെല്ലുവിളി ചെറുതായിരിക്കില്ല. പക്ഷേ ഒരു സാങ്കേതികത്വമാണ് ബാക്കി നിൽക്കുന്നത്. UDF-ന് 20 അംഗങ്ങൾ മാത്രമാണ് കൗൺസിലിൽ ഉള്ളത്. പക്ഷേ 34 അംഗങ്ങളുടെ പിന്തുണ ഉണ്ട് എങ്കിൽ മാത്രമേ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ കഴിയുകയുള്ളൂ. അതായത് 14 LDF കൗൺസിലർമാരുടെ പിന്തുണ ഉറപ്പാക്കേണ്ടി വരും.
അതിന് CPM-ന്റെ സംസ്ഥാന സമിതി അനുമതി നൽകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം നഗരസഭയിൽ അങ്ങനെയൊരു കീഴ്വഴക്കം തുടങ്ങിയാൽ BJP അതിനെ സംസ്ഥാന തലത്തിൽ ഇന്ത്യ മുന്നണി ഒന്നിക്കുന്നു BJPക്കെതിരെ എന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണത്തിന് തുടക്കമിടും. അതുകൊണ്ട് അത്തരം പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ കൂടി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ അന്തിമമായ ഒരു ധാരണയിലേക്ക് LDF നേതൃത്വം കടക്കുകയുള്ളൂ. പക്ഷേ UDF ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്. LDF-നും അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന സമീപനത്തോട് യോജിപ്പായിരുന്നു. ആദ്യം ഇരുവരും ഒന്നിച്ച് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ചില രഹസ്യമായ ചർച്ചകൾ അനൗദ്യോഗികമായി നടത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ ഒരുമിച്ചൊരു അവിശ്വാസ പ്രമേയത്തിന് നീക്കം നടത്തിയാൽ അത് BJPക്ക് ഒരു രാഷ്ട്രീയ ആയുധം അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നതിന് തുല്യമാകും. അത് വേണ്ട എന്ന നിലപാടിൽ UDF തനിയെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. ശരി, അവിടെ ഡാൻ ഇതിൻ്റെ ഒരു മറുഭാഗം കൂടി ഒന്ന് പറഞ്ഞു പോകണമല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ 3 അംഗങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു. ഇനി ഇതാ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അംഗബലം കൂട്ടാൻ ശ്രമിക്കും. സുരേഷ് ഗോപി മാത്രമാകണമെന്നില്ല, ഈ തിരുവനന്തപുരം തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് MPയെ വിജയിപ്പിച്ചെടുക്കുവാനുള്ള ഒരു തന്ത്രങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ്. ഒരു പക്ഷേ ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള ആൾ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ മത്സരിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. അവരുടെ അണിയറ നീക്കങ്ങളും ഒരുക്കങ്ങളും ഒക്കെ അങ്ങനെയാണ്. അവിടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം എന്നത് BJPയുടെ കൈകളിൽ ഇരിക്കുന്നു എന്നതും ഇരു മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാകുന്നത്. അവിടെ പാറ്റൂർ രാധാകൃഷ്ണനും സുധീഷ് കുമാറും 2 സ്വതന്ത്രർ, അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇരുവർക്കും ഒരുമിക്കാൻ പറ്റുന്നൊരു രാഷ്ട്രീയ സാഹചര്യം, ആ ചർച്ചകൾ തള്ളിക്കളയാനും സാധിക്കില്ലല്ലോ ഡാൻ. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗമായുള്ള 2 തന്ത്രപ്രധാന മണ്ഡലങ്ങളാണ് നേമവും കഴക്കൂട്ടവും. ആ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ വിജയിച്ചു കയറുന്ന സാഹചര്യം. കഴക്കൂട്ടത്ത് ആദ്യമായി V മുരളീധരൻ കഴക്കൂട്ടത്ത് നിന്ന് നിയമസഭയിലേക്ക് എത്തുന്ന സാഹചര്യം. അതിനിടയിൽ തിരുവനന്തപുരം നഗരസഭ എന്ന അവരുടെ ഏറ്റവും അഭിമാന ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇളക്കം തട്ടി പുറത്തേക്ക് മാറുന്ന ഒരു സാഹചര്യം ഒരിക്കലും BJP നേതൃത്വത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല, ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ കയ്യും നെയ്യും മറന്ന് ആ ഭരണം നിലനിർത്താനുള്ള എല്ലാ രാഷ്ട്രീയ തന്ത്രങ്ങളും പയറ്റും. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി LDF-ഉം അതോടൊപ്പം UDF-ഉം മുമ്പോട്ട് വെക്കാൻ പോകുന്നത് പാറ്റൂർ രാധാകൃഷ്ണനെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് BJPക്കെതിരായി അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കമായിരിക്കും. പക്ഷേ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പാറ്റൂർ രാധാകൃഷ്ണൻ BJPക്കൊപ്പം ഉറച്ചു നിൽക്കും, മറ്റൊരു തീരുമാനത്തിലേക്കും പോകില്ല, അതിന് പ്രസക്തിയില്ല എന്ന തരത്തിൽ പാറ്റൂർ രാധാകൃഷ്ണ ഭാഗത്ത് നിന്ന് ചില അനൗദ്യോഗികമായ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അതേസമയം പാറ്റൂർ രാധാകൃഷ്ണനുമായി LDF ക്യാമ്പും UDF ക്യാമ്പും ഒരേപോലെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. അതായത് പാറ്റൂർ രാധാകൃഷ്ണൻ സ്വതന്ത്ര അംഗമാണ്. സ്വതന്ത്ര അംഗത്തെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് അതിന് പിന്തുണ നൽകുക മാത്രമാണ് ചെയ്യുന്നത് എന്ന രാഷ്ട്രീയമായ ഒരു ന്യായം ഉയർത്തിയാൽ BJP മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും എന്ന ഒരു വിലയിരുത്തലിലാണ് UDF ക്യാമ്പും LDF ക്യാമ്പും. അതായത് പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന സ്വതന്ത്ര അംഗത്തെ മേയർ സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തത്. അതിനപ്പുറത്തേക്ക് UDF-ന്റെ ഒരു മുഖമാണ് മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നതെങ്കിൽ അതിനെ ഒരിക്കലും പിന്തുണയ്ക്കുക എന്നത് രാഷ്ട്രീയമായി LDF-ന് കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുന്നതിന് പകരം BJPയെ താഴെയിറക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെ തന്ത്രപരമായി പാറ്റൂർ രാധാകൃഷ്ണനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിക്കുകയും LDF-ന്റെ 29 അംഗങ്ങളുടെയും UDF-ന്റെ 20 അംഗങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കാനായാൽ 50 പേർ പാറ്റൂർ രാധാകൃഷ്ണനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതിനൊപ്പം സ്വതന്ത്രനായ സുധീഷിൻ്റെ പിന്തുണ കൂടി ഉറപ്പാക്കാനായാൽ അവർക്ക് ഭരണം അട്ടിമറിക്കാൻ കഴിയും. അങ്ങനെ അസാധാരണമായൊരു രാഷ്ട്രീയ നീക്കത്തിന് തിരുവനന്തപുരം നഗരസഭയിൽ കളമൊരുങ്ങുമോ എന്നതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. തിങ്കളാഴ്ചത്തെ കൗൺസിൽ യോഗത്തിൽ UDF ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകും. അന്ന് മേയറായിരിക്കും തീരുമാനമെടുക്കുക എപ്പോൾ വേണം ഈ അവിശ്വാസ പ്രമേയം പരിഗണിക്കാൻ എന്ന കാര്യം. അവിടെ സുഗതന് വേണ്ടി നടത്തുന്ന ഇപ്പോൾ നിയമപരമായ നീക്കങ്ങൾ കൂടി നിർണായകമായി മാറും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സൂചിപ്പിക്കുന്ന പോലെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുമ്പോൾ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ 1/3 അംഗങ്ങളുടെ പിന്തുണ വേണം. ഒപ്പം വോട്ടെടുപ്പ് പോലെയുള്ള നടപടികളിലേക്ക് പോകണമെങ്കിൽ ക്വാറം തികയണം. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി നിലപാടുകൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ കൂടിയാലോചിച്ച് മാത്രമേ പാർട്ടികൾക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ.